الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء المرسلين نبينا محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരികളെ, പരിശുദ്ധമായ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ നമസ്കാരം. അള്ളാഹു ഇഷ്ടപ്പെട്ട നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മം അത് നമസ്കാരമാണ്. നമസ്കാരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ബിലാൽ ഉസ്താദ് ഇവിടെ വിശദീകരിച്ചു ക്ലാസ് എടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാള് റസൂലുള്ളാഹി പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ കടന്നു വന്നു. ഫസല്ല, എന്നിട്ട് അദ്ദേഹം നമസ്കരിച്ചു. ഫസല്ലം അലൈഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനോട് സലാം പറഞ്ഞു. റസൂൽ സലാം അടക്കി. അപ്പൊ അദ്ദേഹം നമസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ തിരിച്ചു പോ, നീ പോയി നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ആ മനുഷ്യൻ വീണ്ടും തിരിച്ചുപോയി, വീണ്ടും നിസ്കരിച്ചു, തിരിച്ചു വന്നു. റസൂലിനോട് സലാം പറഞ്ഞു. വീണ്ടും റസൂൽ പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല, തിരിച്ചു പോ, നിസ്കരിക്കുക. വീണ്ടും അദ്ദേഹം പോയി നമസ്കരിച്ചു, വീണ്ടും തിരിച്ചു വന്നു. മൂന്നാമത്തെ പ്രാവശ്യം റസൂൽ തിരിച്ചു പറഞ്ഞയച്ചു, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ റസൂലിനോട് പറഞ്ഞു, നബി എനിക്ക് ഇങ്ങനെയല്ല നമസ്കരിക്കാൻ അറിയില്ല, എനിക്ക് നമസ്കാരം നബിയെ പഠിപ്പിച്ചു തരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇദാ ഖുംത ഇല സ്വലാഹ് ഫകബ്ബിർ, നീ നമസ്കാരത്തിലേക്ക് നിന്നാൽ ഈ തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ പറയുക. സുമ്മ ഇഖ്റ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, നിനക്ക് ഖുർആനിൽ നിന്ന് പറ്റുന്നതിനെ ഓതുക. സുമ്മ റക്അ ഹത്താ തത്മഇന്ന റാകിഅൻ, റുകൂയിലേക്ക് പോവുക, അതിനാൽ നീ റുകൂയിൽ അടങ്ങിയിരിക്കുക. തുമഇനിയത്ത്, അടക്കം, ഒതുക്കം എന്ന് പറയുന്ന നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നീ റുകൂയിൽ അടങ്ങിയിരിക്കണം. സുമ്മ റഫഅ, റുകൂയിൽ നിന്ന് പിന്നെ എഴുന്നേൽക്കണം. എന്നിട്ട് ഹത്താ തഅദില ഖായിമൻ, നേരെ നിവർന്നു നിൽക്കണം ഇഅ്തിദാലിൽ. സുമ്മ സ്ജുദ് ഹത്താ തത്മഇന്ന സാജിദൻ, പിന്നീട് നീ സുജൂദിലേക്ക് പോകണം, അങ്ങനെ സുജൂദിൽ അടങ്ങിയിരിക്കണം. സുമ്മ റഫഅ, പിന്നീട് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കണം. ഹത്താ തത്മഇന്ന ജാലിസൻ, സുജൂദിന്റെ ആ ഇടയിലുള്ള ഇരുത്തത്തിൽ നീ നേരെ നിവർന്ന് വളരെ തുമഅനീനത്തോടുകൂടി ഒതുക്കത്തോടു കൂടി ഇരിക്കണം. വഫ്അൽ ദാലിക ഫീ സലാത്തി കുല്ലിഹാ, നീ നമസ്കാരത്തിൽ ഇങ്ങനെ എല്ലാ സന്ദർഭത്തിലും ചെയ്യണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ കണ്ട ഒരു പോരായ്മകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നത്. നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട റുക്നുകളിൽ ഒന്നാണ് തുമഅനീനത്ത്, അടക്കം ഒതുക്കുണ്ടാവും. അത് ഈ സഹാബിയിൽ നബി കണ്ടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂ ചെയ്യുമ്പോൾ അടക്കം വേണം, സുജൂദ് ചെയ്യുമ്പോൾ അടക്കം വേണം, ഇഅ്തിദാലിൽ അടക്കം വേണം. വളരെ സാവകാശം ചെയ്യേണ്ട കാര്യമാണ് നമസ്കാരം. അപ്പൊ അതിൽ തുമഅനീനത്ത് വേണം. ഈ ഹദീസിന്റെ തന്നെ തലക്കെട്ടിൽ ഇമാം ബുഖാരി കൊടുക്കുന്നത് ബാബു അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ലാ യുതിമ്മു റുകൂഅഹു ബിൽ ഇആദത്തി, റുകൂ ശരിയാവാത്തതിന്റെ പേരിൽ തിരിച്ചു നിസ്കരിക്കാൻ വേണ്ടി റസൂൽ കൽപ്പിച്ച ഒരു അധ്യായം എന്ന തലക്കെട്ടിലാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസില് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു, ലാ യുതിമ്മു റുകൂഅ വസ്സുജൂദ, അയാൾ റുകൂഉം പൂർത്തീകരിച്ച് ചെയ്തില്ല, സുജൂദും പൂർത്തിയായി ചെയ്തില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയെ ഹുദൈഫ റളിയല്ലാഹു അൻഹു കണ്ടു. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, മാ സല്ലൈത, നീ നമസ്കരിച്ചിട്ടില്ല. വലൗ മുത്ത അലാ ഗൈരിൽ ഫിത്രത്തിൽ ലതി ഫതറ അല്ലാഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഇങ്ങനെ മരിച്ചാൽ, ഈ അവസ്ഥയിൽ നീ മരിച്ചാൽ റസൂൽ കാണിച്ചു തന്ന യഥാർത്ഥ ഫിത്രത്തിൽ അല്ലാതെയാണ് നീ മരിച്ചിട്ടുള്ളത്. അഥവാ ശരിയായ മുസ്ലിമിന്റെ മരണമല്ല എനിക്ക് കിട്ടുന്നത് ഈ കോലത്തിൽ മരിച്ചാൽ. അപ്പൊ നിസ്കാരത്തിന്റെ രൂപത്തിന് പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് അതിന്റെ അർക്കാനുകൾ, റുക്നുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റുകൂഉം സുജൂദും. അപ്പൊ റുകൂഉം സുജൂദും ശരിയായി നിർവഹിച്ചില്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ ബാധിക്കും.
അത് വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ രണ്ട് കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിസ്കാരത്തിനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ. അതിന്റെ റുക്നുകളുണ്ട്, വാജിബാത്തുകളുണ്ട്, സുന്നത്തുകളുണ്ട്, ധാരാളക്കണക്കിന് സുന്നത്തുകളുണ്ട്. എല്ലാം കൂടി നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. അപ്പം ഒന്ന് റുക്ൻ എന്താണ് മനസ്സിലാക്കണം, രണ്ട് പിന്നെ അതിലെ വാജിബാത്തുകൾ എന്താണെന്ന് അറിയാം. പിന്നെ ഫിഖിയായ മസല ആയതുകൊണ്ട് തന്നെ പല വിധത്തിലെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും റുക്ൻ എന്താണെങ്കിൽ 14 റുക്നുകളുണ്ട്. റുക്ന് ഒരാൾ ഉപേക്ഷിച്ചാൽ, മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാലും ശരി, ഇനി മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും ശരി, അവന്റെ നിസ്കാരം പാടില്ല. റുക്നിൽപ്പെട്ട ഒരു കാര്യം നമ്മൾ എന്താണെന്ന് വിശദീകരിക്കും. റുക്നുകളിലൂടെ വായിക്കാം, പറയാം. റുക്നിൽപ്പെട്ട നിസ്കാരത്തിന്റെ അർക്കാനുകൾ 14 ഏതെങ്കിലും ഒന്ന് മനഃപൂർവമായോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം സ്വഹില്ല. എന്നാൽ വാജിബാത്തുകൾ 8 ഉണ്ട്. വാജിബാത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് മറവി കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ സുജൂദ് സഹ്വ് ചെയ്തുകൊണ്ട് അതിന് പകരമാകും. നിസ്കാരം എന്താവില്ല, മറന്നുകൊണ്ട് അവൻക്ക് അബദ്ധം സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. അതാണ് വുജൂബും റുക്നും തമ്മിലെ വ്യത്യാസം. ഇതാണ് ഇതിന്റെ അസ്ൽ. ഇത് പഠിച്ചാൽ മതി. ഇതിൽ നിന്നാണ് ഇതിന്റെ അടിയിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടത്. ഇതല്ലാത്ത റുക്നിൽ പെടാത്ത പിന്നെ വുജൂബിൽ പെടാത്തതെല്ലാം സുന്നത്തായിരിക്കും. നോക്കാം. അർക്കാനു സലാത്തി 14 റുക്നുകളുള്ളത്. അതിലേതൊക്കെയാണ്? ഇപ്പം ഇതിന്റെ മുമ്പ് ഞാൻ പറയുമ്പോൾ ഇതില് നിയ്യത്ത്, നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിയ്യത്ത് വേണം. അപ്പൊ ചില പണ്ഡിതന്മാർ പറഞ്ഞത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ശുറൂത്തുകളിൽ പെട്ടതാണ് നിയ്യത്ത്. നിയ്യത്തില്ലാത്ത ഒരാൾ നമ്മൾ സ്വീകരിക്കൂല. ഇന്നമല്ല അമാലും നിയ്യത്ത്. അപ്പൊ നിസ്കരിക്കുന്നതിന് മുമ്പുള്ള കുറെ കാര്യങ്ങൾ, ശുറൂത്തുകളുണ്ട്. 8ഓളം ശുറൂത്തുകളുണ്ട്. മുസ്ലിം ആയിരിക്കണം, ആപ്പിലായിരിക്കണം, അയാൾക്ക് പ്രായപൂർത്തി എത്തി, ഇങ്ങനെ കുറെ സംഗതികൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നിയ്യത്ത് എന്നുള്ളത്. അപ്പൊ നിയ്യത്തില്ലാത്ത നിസ്കാരം സ്വഹിയല്ല. അപ്പൊ നിയ്യത്ത് പ്രധാനപ്പെട്ടതാണ്. അത് ശുറൂത്തിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഇനി നോക്കൂ, അർക്കാനുകളിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ നിൽക്കാൻ കഴിയുന്ന ആൾ നിൽക്കലാണ്. അപ്പൊ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുക, നിന്ന് തന്നെ നിസ്കരിക്കണം. അതിനൊരു അളവ് അയാൾക്കില്ല. അയാൾ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഇരുന്ന് നിസ്കരിച്ചാൽ അവൻ നിസ്കാരം ബാധിക്കണം. ഒന്നാമത്തെ കാര്യം നിൽക്കുക എന്നുള്ളത്. നിൽക്കാൻ കഴിവുണ്ട്, അവൻ നിൽക്കണം. രണ്ടാമത്തെ കാര്യം തക്ബീറത്തുൽ ഇഹ്റാം, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീറത്തുൽ ഇഹ്റാം. മൂന്നാമത്തെ ഫാത്തിഹയാണ്. ഓരോന്നും നമ്മൾ ഹദീസുകളും എല്ലാത്തിലും വിശദീകരിച്ച് വായിച്ചാൽ ഒരുപാട് സമയമെടുക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. എല്ലാ അർത്ഥത്തിലും ഫാത്തിഹ ഓതണം. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ഫാത്തിഹത്തുൽ കിതാബ് എന്ന ഹദീസിൽ കാണാം. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. എന്നാൽ ഇമാമ് റുക്കൂയിലേക്ക് വന്നാൽ, ഇപ്പൊ ഒരാള് ഇമാമ് പിന്നെ ഒന്നാമത്തെ റക്അത്തില് റുക്കൂയിലേക്ക് പോയിട്ടുണ്ട്, അയാൾ നേരെ വന്നു തക്ബീർ കെട്ടി, അയാൾ ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടിയാൽ അയാൾക്ക് ആ റക്അത്ത് കിട്ടി. അതിന് മറ്റൊരു ഹദീസിന്റെ പിൻബലമുണ്ട്. അത് ആ റക്അത്തിൽ അദ്ദേഹം ഫാത്തിഹ ഓതേണ്ടതില്ല. അതല്ലാതെ ബാക്കിയുള്ള റക്അത്തുകളെല്ലാം അതേ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. പിന്നെയാണ് റുക്കൂ. റുക്കൂ ചെയ്യൽ നിർബന്ധം, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അല്ല, റുക്കൂ ചെയ്യും. പക്ഷെ റുക്കൂവിന്റെ രൂപം ശരിയായ രൂപത്തിൽ തുമഇനിയത്തോടു കൂടി നിവർന്നു നിൽക്കണം എന്നാണ്. നമ്മുടെ പെരടിയും നമ്മുടെ മുതുകും ഒരുപോലെ നിൽക്കണം എന്നാണ്. പറ്റുന്നവർ, അതിൽ കഴിവുള്ളവർ, രോഗികൾക്ക് അളവുകൾ ഉണ്ടാക്കാം. ചിലപ്പോ അങ്ങനെ ഒഴിഞ്ഞു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികളുണ്ടാവും. അവരെ വിഷയമല്ല ഇവിടെ പറയുന്നത്. റുക്കൂ ചെയ്യാനുള്ള എല്ലാ ആരോഗ്യമുണ്ട്, എന്നിട്ട് ശരിയായ റുക്കൂ ചെയ്യുന്നില്ലെങ്കിൽ അവൻ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ നിവർന്ന് ശരിയായ രൂപത്തിൽ തന്നെ റുക്കൂ ചെയ്യണം എന്നാണ്. ഇൻഷാ അല്ലാഹ് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ നമ്മൾ വിശദീകരിക്കും. ഇനി നോക്കൂ, റുക്കൂവിൽ നിന്ന് ഉയരുക. അഞ്ചാമത്തെ കാര്യം റുക്കൂവിൽ നിന്ന് ഉയരുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. വാജിബാന്ത ഇത് അർക്കാനുകളാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. റുക്കൂവിൽ നിന്ന് ഉയരുക. റുക്കൂവിൽ ഉയർന്ന് ഇത്തിദാൽ നിൽക്കുമ്പോൾ നിവർന്ന് നേരെ നിൽക്കുക. എത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു മസല കൂടി പറയാം. ഇമാമ്
നമസ്കാരത്തിലേക്ക് സുജൂദിലേക്ക് പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് ഹദീസിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ജുബഹത്ത് നെറ്റിത്തടം മണ്ണിലെത്തിയിട്ടേ ഞങ്ങൾ കുനിയാറുള്ളൂ എന്ന് സഹാബി പറയുന്നത്. അപ്പൊ നിസ്കരിക്കുമ്പോ ഇമാമ് സുജൂദിലെത്തിയാലേ നമുക്ക് സുജൂദിലേക്ക് പോകാൻ കുനിയാൻ പാടില്ല, അതുവരെ കാത്തു നിൽക്കണം. അപ്പൊ നോക്കൂ, ജമാഅത്തുമായി ബന്ധപ്പെട്ടപ്പോൾ പറയേണ്ട കാര്യം എന്തായാലും റുക്കൂയിൽ നിന്ന് ഉയർന്ന് നേരെ നിൽക്കുക. റഫ്ഉ മിന റുക്കൂഇ എന്നുള്ളത് ഒരു കാര്യമാണ്, റുക്കൂഇൽ നിന്ന് ഉയരുക. ആറാമത്തെ കാര്യം റുക്കൂഇൽ ഇഅ്തിദാലിൽ നിവർന്ന് നേരെ നിൽക്കുക. അപ്പൊ അഞ്ചാമത്തെ വിഷയം റുക്കൂഇൽ എഴുന്നേൽക്കുക. 6 ഇഅ്തിദാലിൽ നിവർന്ന് നേരെ നിൽക്കുക. 7ാമത്തെ വിഷയം സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്യുമ്പോൾ 7 അവയവങ്ങളുടെ മേൽ സുജൂദ് ചെയ്യണം. നെറ്റി, മൂക്ക്, 2 കൈ, 2 മുട്ട്, കാലിന്റെ വിരലുകളുടെ ആ നിലത്ത് കുത്തുന്ന രൂപത്തിൽ സുജൂദ് ചെയ്യണം. ആ രൂപത്തിലാണ് സുജൂദിന്റെ പൂർണ്ണ രൂപം. അങ്ങനെ സുജൂദ് ചെയ്യണം എന്നാണ്. ഇനി നോക്കൂ, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുക. 8ാമത്തെ സുജൂദിനെ എഴുന്നേൽക്കുക. സുജൂദ് ചെയ്തു, സുജൂദ് എഴുന്നേൽക്കുക. 9ാമത്തെ സുജൂദ് പിന്നെ ജുലൂസ് ബൈന സജദതൈനി, 2 സുജൂദുകൾക്കിടെ ഇരിക്കുക. അത് റുക്നാണ്. അപ്പൊ ഇരിക്കുക എന്നുള്ളത് ആ രൂപത്തിൽ തന്നെ നേരെ നിവർന്നിരിക്കണം എന്നാണ്. പെട്ടെന്ന് അക്ക സുജൂദ് ചെയ്യാൻ വേണ്ടി പോകരുത്, കുറച്ചവിടെ നിവർന്നിരിക്കണം. പിന്നെ 10ാമത്തെ കാര്യം തുമഈനത്താണ്, അടക്കം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഈ ഹദീസിൽ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. 11ാമത്തേത് അത്തശഹുദ് അഖീർ, അവസാനത്തെ തശഹുദ്. അത് അർക്കാനിൽ പെട്ടതാണ്. 13 ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് ജുലൂസുൽ തശഹുദിൽ അഖീർ വലി തസ്ലീമതൈൻ, അവസാന തശഹുദിന് വേണ്ടി ഇരിക്കലും സലാം കൂട്ടാൻ വേണ്ടി ഇരിക്കൽ. ഇതാണ് 13. 14ാമത്തെ കാര്യം ഇതെല്ലാം ഓർഡറിൽ ചെയ്യുക. ചെയ്യുന്നുണ്ട്, ഓർഡർ ലെവൽ ചെയ്യുന്നുണ്ട് അല്ലെ? പിന്നെ അങ്ങനെ എത്തിയാല് സുജൂദ് ആ രൂപത്തിൽ തന്നെയാണ്. അതിന്റെ ഒരു ഓർഡർ ഉണ്ട്, ആ രൂപത്തിൽ ചെയ്യുക. ഇങ്ങനെ 14 റുക്നുകളാണ് ഉള്ളത്. ഇതിൽ നിയ്യത്ത് ഷർത്തുകളുടെ ഭാഗമായിട്ടാണ് നിയ്യത്ത് എണ്ണിയിട്ടുള്ളത്. അപ്പൊ നിയ്യത്ത് നമസ്കാരത്തിന് മുമ്പാണല്ലോ, നമസ്കാരത്തിന് പ്രവേശിക്കും മുമ്പ് തന്നെ മനസ്സിൽ നിയ്യത്ത്. ഇവിടെ ചിലപ്പോ ഇവിടെ അബദ്ധം പറ്റുന്നത് നിയ്യത്ത് പല ആളുകളും, ചില ആളുകൾ നിയ്യത്ത് നാവും ഉച്ചരിക്കും. അങ്ങനെ ഉച്ചരിക്കേണ്ടതില്ല. നിയ്യത്തിന്റെ സ്ഥാനം അത് ഹൃദയമാണ്. ഹൃദയത്തിൽ ഏത് നമസ്കാരം നിർവഹിക്കുന്നത്, എത്ര റക്അത്താണോ അത് മനസ്സിൽ കരുതുക. അതാണ് നിയ്യത്ത്. ഇനി വാജിബാത്തുകളുണ്ട്. വാജിബാത്തുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് മറന്നുകൊണ്ട് ഒരാൾക്ക് അബദ്ധം പറ്റിയാൽ അയാൾ നിസ്കാരം ബാത്തിലാവില്ല. അർക്കാനുകൾ അങ്ങനെയല്ല, മറവി കൊണ്ടോ മനഃപൂർവ്വം ഉപയോഗിച്ചാൽ നമസ്കാരം ബാത്തിലാണ്. ഒന്ന്, ആദ്യത്തെ തക്ബീർ അല്ലാത്ത തക്ബീറുകൾ. നിസ്കാരത്തിൽ നമ്മൾ റുക്കൂയിലേക്ക് പോകുമ്പോൾ റുക്കൂ നേരിടുമ്പോഴൊക്കെ തക്ബീർ ചെയ്യുന്നുണ്ട്, 4 സന്ദർഭത്തിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള തക്ബീറുകൾ അത് വാജിബിൽപ്പെട്ടതാണ്. പിന്നെ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയൽ, അത് ഇമാമായി നിൽക്കുമ്പോഴും ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും പറയണം. റബ്ബന വലക്കൽ ഹംദ്, 3ാമത്തെ കാര്യം റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയൽ. 4ാമത്തെ വാജിബാത്തിൽപ്പെട്ടതാണ് സുബ്ഹാന റബ്ബിൽ അലീം മറത്തൻ, ഒരു പ്രാവശ്യം പറയുന്ന നിർബന്ധമുള്ളൂ. സുബ്ഹാന റബ്ബിൽ അലീം എന്ന് റുക്കൂയിൽ ഒരു പ്രാവശ്യം പറയാം. സുബ്ഹാന റബ്ബിൽ അഅല എന്ന് സുജൂദിൽ ഒരു പ്രാവശ്യം പറയാം. ഇനി റബ്ബി ഗ്ഫിർലി എന്ന് പറയുന്ന പ്രാർത്ഥന സുജൂദുകൾക്കിടയിൽ നമ്മൾ നടത്താറുണ്ട്. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അതിൽ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന അത് പറയൽ വാജിബാത്തിൽപ്പെട്ടതാണ്. 7ാമത്തെ കാര്യം 1ാമത്തെ തശഹുദുൽ അവ്വൽ. 8 പിന്നെ തശഹുദ് 1ാമത്തെ തശഹുദിൽ നമ്മൾ ഇരിക്കൽ, ജുലൂസുൽ തശഹുദുൽ അവ്വൽ. ഇങ്ങനെ 8 വാജിബാത്തുകളും 14 അർക്കാനുകളാണുള്ളത്. ഇത് ശരിക്കും നമ്മൾ പഠിച്ചാൽ മതി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഇതിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളിലും ചെറിയ നമ്മൾക്ക് അബദ്ധങ്ങൾ കാണാറുള്ള ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ സൂചിപ്പിക്കുകയാണ്. റുക്കൂവിനെ കുറിച്ച് പറഞ്ഞു. റുക്കൂവിൽ നേരെ നിവർന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. മുതുകും തലയും ഒക്കെ നേരെ നിവർന്ന് നിൽക്കുന്ന രൂപത്തിൽ നിൽക്കണം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹിയെ കുറിച്ച് പറയാം, കാന ഇദാ റകഅ ലം യുസ്ഖിസ് റഅസഹു വലൻ യുസബ്ബിഹു ലാകിൻ ബൈന ദാലിക. റസൂൽ തല താഴ്ത്തി നന്നായി താഴ്ത്തുകയോ കൂടുതൽ പൊന്തിച്ചോ നിൽക്കാറില്ല, അതിനിടയിൽ നിൽക്കും. അപ്പൊ ഇങ്ങനെ റുക്കൂ ചെയ്യാൻ പാടില്ല, നേരെ നിൽക്കുക. ഓവർ തല താത്തുകയില്ല, ഓവർ തല പൊന്തിക്കില്ല, ആ രൂപത്തിൽ
ബൈനദാലിക മിഡിൽ ലെവലായി നിവർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മുതുകും തലയൊക്കെ നേരെ നിൽക്കുന്ന രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ റുക്കൂ ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇതേപോലെ വിശദീകരിക്കുന്നുണ്ട്. ഇനി നോക്കൂ, റുക്കൂയിലെ അടക്കം നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയെ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു, ഉർജി ഫസല്ലി ഫഇന്നക ലൻ തുസല്ലി എന്ന് പറഞ്ഞ ആ ഹദീസിൽ അദ്ദേഹം റുക്കൂയിൽ അടങ്ങിയിരുന്നിട്ടില്ല, തുമഅനിയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ റുക്കൂയിൽ അത് ആവശ്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞു ഇത്തിദാലി നിൽക്കുമ്പോ നേരെ നിവർന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. ഹദീസുകളിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ റഫഅ റഅസഹു മിനർ റുകൂഇ ലം യസ്ജുദ് ഹത്താ യസ്തവി ഖായിമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇൽ നിന്ന് തല ഉയർത്തും, എന്നിട്ട് സുജൂദ് ചെയ്യില്ല ഹത്താ യസ്തവി ഖായിമ, നേരെ ഇത്തിദാലിൽ റസൂൽ നിൽക്കുന്നത് വരെ. അങ്ങനെ നിന്നിട്ട് സുജൂദിലേക്ക് റസൂൽ പോയിട്ടുള്ളൂ എന്ന്. സുജൂദിൽ നിങ്ങൾ ഒരു മിതത്വം പാലിക്കില്ല. നായ കൈ വെക്കുന്നത് പോലെ നിങ്ങൾ കൈ വെക്കുക സുജൂദിൽ. കാരണം നമ്മൾ നായ ഇങ്ങനെ കൈ ഇങ്ങനെ നിലത്ത് കുത്തി വെക്കും. ഇതുപോലെ നിങ്ങൾ സുജൂദ് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാം. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം. ഇനി സുബ്ഹാന റബ്ബിൽ ആല എന്ന പ്രാർത്ഥനകൾ നമ്മൾ പറയാൻ വിട്ടുപോകരുത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വുജൂബാത്തിൽ പെട്ടതാണ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ചില ഇരുത്തത്തിൽ ചില അബദ്ധങ്ങൾ ചിലപ്പോൾ ആളുകൾ കാണിക്കാറുണ്ട്. നിസ്കാരത്തിൽ ജുലൂസ് ചെയ്യുമ്പോൾ പിന്നെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയത്തൊക്കെ കാലുകൾ ശരിയായ രൂപത്തിൽ വെക്കാതെ പല രൂപത്തിൽ ഇരിക്കുന്ന ഇരുത്തങ്ങൾ കാണാം. അത് നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. പിന്നെ അടുത്തൊരു വിഷയം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇമാമുമായി നമസ്കരിക്കുമ്പോൾ, ഇമാമു ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലോ സാധാരണ സൂക്ഷിക്കേണ്ട കാര്യമാണ് അൽ-ഇൽതിഫാത്ത്. നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേ ഇത് പാടില്ല. വളരെ ഗൗരവത്തിൽ റസൂലിന്റെ താക്കീത് ഇതാണ്. ചിലപ്പോൾ ചില ആൾക്കാരെ കൈ കെട്ടിട്ട് മേലേക്ക് അറിയാൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇടതു ഭാഗത്തേക്ക് നോക്കുക, അല്ലെങ്കിൽ വലതു ഭാഗത്തോ ഇടതു ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അത് പാടില്ല. സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കണം എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാം. നബിയോട് ചോദിച്ചു അൻ ഇൽതിഫാത്തി ഫി സ്വലാത്ത്, നിസ്കാരത്തിൽ തിരിഞ്ഞു കളയുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഒരു അടിമയുടെ നമസ്കാരത്തിൽ നിന്ന് പിശാച് ഊരിയെടുക്കലാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അഥവാ നിസ്കാരത്തിൽ നമ്മളെ ശ്രദ്ധ തിരിക്കണ കാര്യമാണ്. നമ്മൾ അങ്ങോട്ട് കൊണ്ട് നോക്കി നമ്മളെ ശ്രദ്ധ പോവാണ്, അത് പാടില്ല. മറ്റൊരു ഹദീസിൽ നബി ഗൗരവകരമായി പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു അതേപോലെ തന്നെ മറ്റു ഹദീസിൽ കാണാം, എന്താണ് ചില ആൾക്കാരുടെ അവസ്ഥ, എന്താണ് ചില ആളുകൾ അവരവരുടെ തല, അവരെ കാഴ്ച ആകാശത്തേക്ക് ഉയർത്തുന്നല്ലോ, മുകളിലേക്ക് നോക്കുന്നുണ്ടല്ലോ, എന്താ അവരുടെ അവസ്ഥ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അവരതിനെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരെ കാഴ്ച റാഞ്ചിയെടുക്കുമാറില്ല, അവരുടെ കാഴ്ച എടുത്തു കളയും എന്ന ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് കൊടുത്തു. അപ്പൊ നിസ്കാരത്തിൽ ശ്രദ്ധ വേണം, സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കണം. ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ശ്രദ്ധ പോകുന്ന ഒരു പരിപാടി ചെയ്യരുത് നിസ്കാരത്തിൽ എന്നാണ് പറഞ്ഞത്. ഇൽത്തിഫാത്ത് പാടില്ല. ഇനി നോക്കൂ, പിന്നെ സൊഫിന്റെ കാര്യം. സൊഫുകൾ പൂർത്തീകരിച്ച് ഇവിടെ നിൽക്കാറുണ്ട്. സൊഫ് ശരിയായ രൂപത്തിൽ നിസ്കാരത്തെ നിസ്കാരത്തിന്റെ പൂർത്തീകരിക്കപ്പെട്ടതാണ് സൊഫുകൾ നേരെയായി നിൽക്കുക. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ പള്ളിയിൽ അത് കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇമാമിനെ മുൻകടക്കാതിരിക്കുക, അത് പ്രധാനപ്പെട്ട. ഇമാമിനെ മുൻകടക്കാതിരിക്കുക. ഇമാം ഒരു കാര്യം ചെയ്താൽ എന്ത് ചെയ്യാനാകാതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം, ഇമാമ് സുജൂദിക്ക് പോയതിനു ശേഷമേ നമ്മൾ കുനിയാൻ പാടും എന്ന് സഹാബികൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ നെറ്റിത്തടം മണ്ണിൽ തട്ടിയാലേ ഞങ്ങൾ സുജൂദിലേക്ക് കുനിയാറുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
കാരണം ഇന്നമാ ജഅലൽ ഇമാമു യുഖ്തദ ബിഹി എന്നാണ്. ഇമാമിനെ എന്തിനാ വെച്ചത്? ഇമാമിനെ ഫോളോ ചെയ്യാനാണ്. അപ്പൊ ഇമാമിനെ മുൻകടക്കരുത്. ഇമാമ് തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. ഇമാം റുക്കൂയിലേക്ക് പോയാൽ നിങ്ങൾ റുക്കൂയിലേക്ക് പോകുക. ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പ്രാർത്ഥിക്കും. ഒരുപാട് റബ്ബനാ വലക്കൽ ഹംദ് ഉണ്ട്, അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, ഇങ്ങനെ പ്രാർത്ഥനകളുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടൊക്കെ നബി പറഞ്ഞു ഇമാം ചെയ്താൽ നിങ്ങൾ അതിന്റെ പിന്നിൽ ചെയ്യുക. ആ നിലക്ക് ഇമാമിനെ മുൻകടക്കാതിരിക്കേണ്ടതുണ്ട്. എന്ത് ഗൗരവമുള്ള വിഷയമാണ്. നബി ഒരിക്കൽ പറഞ്ഞു, ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അമാ യഖ്ഷ അല്ലദി യർഫഉ റഅസഹു ഖബ്ല അൽ ഇമാമി അയ്യുഹബ്ബിറല്ലാഹു റഅസഹു റഅസ ഹിമാരിൻ. നിങ്ങൾ ഭയപ്പെടുന്നില്ലേ ഇമാമിന്റെ മുന്നോടിയായി തലയുയർത്തുന്നതിൽ നിന്ന്? ഇപ്പൊ ഇമാം റുക്കൂയിലാണ്, നമ്മൾ ഇമാമിനെക്കാൾ മുമ്പാണ് തലയുയർത്തേ പാടില്ല. അയ്യുഹബ്ബിറല്ലാഹു റഅസഹു റഅസ ഹിമാരിൻ, അവരുടെ തല കഴുതയുടെ തല പോലാക്കുന്നത് നിങ്ങൾ പേടിക്കുന്നില്ലേ? അപ്പൊ അത് പാടില്ല. ഇമാമിനെ മുൻകടക്കാതിരിക്കണം എന്നത് ഗൗരവകരമായ ഒരു വിഷയമാണ്. ഇതൊക്കെയാണ് നിസ്കാരത്തിൽ പൊതുവെ പലപ്പോഴും നമ്മളിൽ വരുന്ന ചില അപാകതകൾ, അബദ്ധങ്ങൾ. ഇനി ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അതിന്റെ രൂപം, കൈഫിയത്തിന്റെ രൂപം ഇൻഷാ അല്ലാഹ് മൻസൂർ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ എല്ലാ നമസ്കാരങ്ങളും ആ രൂപത്തിൽ നിർവഹിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.